എൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമ ആയിട്ടുള്ളൊരു കാര്യം കണ്ടത് ഗൈസ്. എനിക്കത് കണ്ടോടുകൂടി ബാക്കി വീഡിയോ എടുക്കാനുള്ള മൂടും പോയി ഞാൻ എന്താ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഞെണ്ടി ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ മോളിൽ വന്നതാണ്. അപ്പോഴാണ് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമ ആയിട്ടുള്ളൊരു കാര്യം കണ്ടത് ഗൈസ്. എനിക്കത് കണ്ടോടുകൂടി ബാക്കി വീഡിയോ എടുക്കാനുള്ള മൂടും പോയി ഞാൻ എന്താ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഞെണ്ടി എന്ത് ചെയ്യും എന്നെനിക്കറിയില്ല. എൻ്റെ ചൈൽഡ്ഹുഡിലത്തെ ഒരു തിയറി വെച്ചിട്ട് ഇന്നത്തെ ദിവസം എനിക്ക് മുട്ടൻ പണി കിട്ടാനാണ് സാധ്യത. എനിക്കറിയില്ല അത് ഞാൻ എങ്ങനെ അത് അതിജീവിച്ച് ഈ ഒരു ദിവസം കൊണ്ടുപോകുന്നുള്ളത്. അതാകെ മൂട് പോയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണേണ്. ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു, അതിന് വേണ്ടി കയറി വന്നതാണ്. ആ നേരത്തെ തന്നെ അദ്ദേഹത്തോട് ഇവിടെ വരാൻ ആരെങ്കിലും പറഞ്ഞു എന്ന് എനിക്കറിയില്ല ഗൈസ്. നിങ്ങൾ എന്ത് ചെയ്യുക? ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എനിക്കറിയാൻ പാടില്ല. ഞാൻ അവിടെ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ പറഞ്ഞാൽ 10 തെങ്ങ് അങ്ങോട്ട് എണ്ണണം. ഞാൻ എണ്ണി തെങ്ങൊക്കെ ഞാൻ എണ്ണി. എന്നാലും ഒരു ടെൻഷൻ. നമുക്കറിയില്ലല്ലോ ഇതെങ്ങനെ വരിക എന്നുള്ളത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇന്ന് രാവിലെ തന്നെ എനിക്ക് മടിയായിരുന്നു ജോലിക്ക് പോകണമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഇതും കൂടി ആയപ്പം ആകെ മൈൻഡ് ചത്ത്. നോക്കി നോക്കാം. എന്തായാലും ഞാൻ എൻ്റെ ഒരു തിയറി അനുസരിച്ചിട്ട് ഞാൻ തെങ്ങ് എണ്ണി വെച്ചിട്ടുണ്ട്. ബാക്കി എനിക്കറിയില്ല നന്നാവുമല്ലോ എന്നുള്ളത്. സാധനത്തിന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേടി സ്വപ്നം തന്നെയായിരിക്കും അത്. അങ്ങനെ തന്നെ വരാനാണ് വഴിയുള്ളൂ. പിന്നെ എന്തിനാണ് എൻ്റെ മുന്നിൽ വന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒറ്റ മൈനേനെയാണ് ഞാൻ പറയണത്. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും തെങ്ങിൻ്റെ കേസൊക്കെ പറഞ്ഞപ്പോൾ. എനിവേ ഗൈസ്, മഴയൊക്കെ ഉണ്ട്. ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് വന്നപ്പം മഴയില്ല, വെയിലുണ്ട്. ടെറസിന് മുകളിൽ വന്നിട്ട് ഒരു വീഡിയോ ആക്കാമെന്ന് വെച്ചപ്പോൾ ഇതാണ് അവസ്ഥ കിട്ടിയത്. ഇനി എന്താണെങ്കിലും താഴെപ്പെട്ടെ യൂണിഫോം കഴുകിയിട്ടുണ്ട്. അത് കഴുകി തയ്ച്ചിട്ട് വേണം ഒന്ന് പോകാൻ. തലയിൽ നിറച്ച എണ്ണ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത്. കണ്ട നിറച്ച എണ്ണയാണ് ഗൈസ്. ഇനി പുറത്തേക്ക് ഇറങ്ങണോ? അത് ഇവിടെ തന്നെ ഇരുന്നാൽ മതി. ഒന്നും ഉണ്ടാവില്ലല്ലോ ഗൈസ്. ഇനി ഉണ്ടാവോ എന്താണേലും ഗൈസ്. നമുക്ക് ഞാൻ ബാക്കിൽ തെങ്ങുള്ളതുകൊണ്ട് ഭാഗ്യമില്ല. തെങ്ങ് തപ്പി കൊണ്ടുവന്നാണ്. തെങ്ങൊക്കെ എണ്ണി വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ നോക്കട്ടെ. വന്നിട്ട് പറയാം ഗൈസ്.